ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു 4 മണി പലഹാരമായിട്ടാണ്. അത് നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ചിട്ട്, എല്ലാ വീട്ടിലും എപ്പോഴും ഉണ്ടാവുന്ന സാധനം വെച്ചിട്ടാണ്. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഒന്നും പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല. അധികം സാധനങ്ങളോ ചിലവോ ബുദ്ധിമുട്ടോ ഒന്നുമില്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ 2 സബോള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല. പിന്നെ വേണ്ടത് മെയിനായ കാര്യം നമ്മുടെ ചോറാണ്. അപ്പോൾ ഇന്നിവിടെ ചോറ് വെച്ചിട്ടൊരു വട ഉണ്ടാക്കാനാണ് പോണത്. അപ്പോൾ അതിനൊരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ മട്ടരിയുടെ ചോറായാലും കുഴപ്പമില്ല, അല്ല നമ്മുടെ സാധാ അരിയുടെ ചോറായാലും കുഴപ്പമില്ല കേട്ടോ. ഏത് ചോറായാലും നമുക്ക് എടുത്തിട്ട് ഇതുപോലെ വട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി ഇത് അരക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടി പോവരുത്, ആവശ്യത്തിനുള്ളത് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം കൂടി അത് ലൂസായി പോവും. ഇനി ഈ ചോറിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. നിങ്ങൾ ഉപ്പിട്ടിട്ട് ചോറ് ഊറ്റുന്നവരാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി കേട്ടോ. ഇവിടെ ചോറിൽ ഉപ്പിട്ടിട്ടൊന്നല്ല ഊറ്റുക. അപ്പോൾ അത് കാരണം ഞാൻ അതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീട്ടിൽ കടലപ്പൊടി അല്ലെങ്കിൽ മൈദ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് വിരുന്നേരൊക്കെ വന്നാൽ വടമൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ, ചായക്കിപ്പോൾ എല്ലാ സമയത്തും നമ്മളെ വീട്ടിലിപ്പോൾ ബേക്കറി സാധനങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അല്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ ഇത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാമല്ലോ. ചോറ് ഇതിപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ എടുക്കട്ടെ. നമ്മളൊരു കപ്പ് എല്ലാം എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടെല്ലാം ഉണ്ടാവുള്ളൂ. ഇനി നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചോറിട്ട് കൊടുത്തോളൂ. അപ്പോൾ ഇതേപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം കൂടുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതിയിട്ടാ, വേറെ ഒരു ബുദ്ധിമുട്ടില്ല ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുന്നേ അരിഞ്ഞ് വെച്ച സാധനങ്ങളുണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കുക. നമ്മളെല്ലാം അരിഞ്ഞ് വെച്ചതാണല്ലോ. അപ്പോൾ ഫസ്റ്റ് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ സബോളയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി സബോള നമ്മൾ കൈ വെച്ച് തിരുമ്മിയിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അത് ഇതാക്കി കുഴച്ചെടുക്കുകയാണ് ചെയ്യണത്. കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതും പൊട്ടിച്ചിട്ടാണ് ഇട്ട് കൊടുത്തേക്കണത് കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുത്തിട്ടില്ല, ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കുറച്ച് പെരിഞ്ചീരകം, വലിയ ജീരകം ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് കുറച്ച് മുരിങ്ങയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിവിടെ ഉരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ലതാണല്ലോ മുരിങ്ങയിലൊക്കെ കഴിക്കുന്നത്. അപ്പോൾ അത് കാരണം അതും കൈ വെച്ചിട്ട് ഒന്നിങ്ങനെ പൊട്ടിച്ചിട്ടിട്ടാണ് അതും ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മുരിങ്ങയിലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ. ഇനിയിപ്പോൾ സബോള ഇതൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ ഉപ്പിൻ്റെ കുറവുണ്ടാവും. അപ്പോൾ അതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഇത്ര സാധനങ്ങൾ മതി, കൂടുതലൊന്നും വേണ്ട. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നല്ലതല്ലേ, നമ്മൾ പുറത്തുനിന്ന് മേടിക്കണമെന്നല്ല, നമ്മളെ വീട്ടിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ആ ഓയിലൊക്കെ നമ്മൾ നല്ലത് നോക്കിയിട്ടല്ലേ ഉണ്ടാക്കുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ മുന്നിൽ സ്പൂണൊക്കെ വെച്ചിട്ട് വലിയ ഇതിലൊക്കെ ഇട്ട് ഇളക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ട് കൈ വെച്ചിട്ടൊക്കെ നന്നായി ആ സബോളൊക്കെ ഇതിലേക്ക് ഞെരടി വരണമല്ലോ. അപ്പോൾ അത് കാരണം കൈ വെച്ചിട്ട് തന്നെ ഞാനത് കുഴച്ചെടുത്തു. കണ്ടില്ലേ, അപ്പോൾ അതങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്കത് ലൂസായി തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ചോറ് ആ വെള്ളത്തിൽ കൂടെ അരച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കട്ടിയായി വന്നോളും. ഇപ്പോൾ അത് ഇട്ട് കൊടുത്ത് കുറച്ച് കുരുമുളകാണ്, അത് കുരുമുളക് അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ചെറിയ മക്കളൊക്കെ ഉള്ള വീടാണെങ്കിൽ കുരുമുളക് അങ്ങനെ ഇടണ്ട കേട്ടോ. അപ്പോൾ അവർക്ക് പിന്നെ കടിക്കാൻ കിട്ടുമല്ലോ, അപ്പോൾ പിന്നെ എരിവ് വരും. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ അത് അങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യം കാണുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ ബെല്ലൈക്കൺ ഓണാക്കിയൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിൽ നിങ്ങളിത് കമൻറ്റിൽ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ എനിക്ക് മാറ്റങ്ങളൊക്കെ വരുത്താമല്ലോ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ. പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടം എന്നുള്ളതും കൂടി പറഞ്ഞോളൂ. ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതാണോ അതോ വേറെ എന്തെങ്കിലും ആണോ, അതൊക്കെ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞോളൂ. പിന്നെ പുതിയ വീഡിയോസിൽ നിങ്ങൾക്ക് അത് മാറ്റിയിട്ട് എടുക്കാമല്ലോ. അപ്പോൾ ഇവിടെ ഓയിലാണ് ഒഴിച്ച് കൊടുത്തേക്കണം. ഓയിൽ ചൂടായി വന്നപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി പൊള്ളച്ച് വരുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ പൂരിയൊക്കെ പൊള്ളക്കില്ലേ, അതുപോലെ ഇങ്ങനെ ഒന്ന് വീർത്ത് വരുന്നുണ്ട്. ഇതിൽ നമ്മൾ അപ്പസോടെ വേറെ ഒന്നും ഇട്ടിട്ടില്ല, പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ല, ചോറ് മാത്രം ഇട്ടിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ ഇതിലെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാം, ഇങ്ങനെ ഒരു കുണ്ടുള്ള ചീഞ്ചട്ടിയൊക്കെ എടുക്കുമ്പോൾ ഇതിങ്ങനെ ഒരു ഉണ്ടായി വരികയാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പരന്ന ഫ്രൈ പാനിൽ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് നിങ്ങൾ പിടിച്ചെടുക്കാൻ നോക്കിക്കോളൂ. അത് മൊരിഞ്ഞ് വരുമ്പോൾ വിട്ടു പോരും, എന്നാലും അതൊരു ഉണ്ടായിട്ടൊക്കെ എടുക്കുക. അപ്പോൾ അത് നമുക്ക് വിട്ടു കൊടുപ്പിച്ചാൽ മതി. പിന്നെ ഞാൻ ചട്ടി മാറ്റാനൊന്നും നിന്നില്ല. പിന്നെ ഇത് ചട്ടി മാറ്റി വേറെ എണ്ണ ഒഴിച്ച് അത് ചൂടായി വരുന്ന സമയമൊക്കെ നിൽക്കണ്ടേ. അപ്പോൾ പിന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ മൊരിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ ഓരോന്ന് വിട്ടുപോരും. കണ്ടില്ലേ, അപ്പോൾ ഇതുപോലെ ആയിട്ടാണ് വരിക. ഇത് ചോറായതുകൊണ്ട് എണ്ണ കുടിക്കണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു സംശയം ഉണ്ടാവും, ചോറൊക്കെ അല്ലേ അപ്പോൾ എണ്ണയൊക്കെ നന്നായി കുടിക്കുന്നുണ്ടാവുമോ എന്നുള്ളത്. നമ്മൾ ഒഴിച്ച ഓയിൽ അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ ഇത് നമ്മൾ ലാസ്റ്റ് പൊട്ടിച്ച് നോക്കുമ്പോഴൊന്നും കയ്യുമ്മലൊന്നും എണ്ണയുടെ ഒരു അംശം പോലും ഇല്ല. അപ്പോൾ ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കാം. ഇത് പുറത്ത് നല്ല ക്രിസ്പി, ഉള്ളിൽ നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇത് ഇങ്ങനെ പൊട്ടിച്ച് കഴിക്കുമ്പോഴൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി, ഇവിടെ ഉമ്മാക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കുക. അതുപോലെ നിങ്ങൾ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. മൊരിഞ്ഞ് വരാൻ കുറച്ച് സമയം പിടിക്കും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് വേണം അത് മൊരിയിപ്പിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഒരു സൈഡ് കരിഞ്ഞ് പോവും, മറ്റേ സൈഡ് വെന്തും വരില്ല.
പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വെന്ത് വരണമല്ലോ. അപ്പോൾ അത് കാരണം ഒന്ന് കുറച്ച് അങ്ങോട്ട് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് സിമ്മിലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഇനി മല്ലിയില ഇഷ്ടമുള്ളവരാണെങ്കിൽ മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ അത് കാരണം ഞാൻ മല്ലിയില ഒന്നും ഉണ്ടായിരുന്നില്ല, അത് കാരണം ഇട്ട് കൊടുത്തിട്ടുമില്ല. ഇത് മക്കൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും കേട്ടോ. പിന്നെ അതുപോലെ നമ്മളെ വീട്ടിൽ വിരുന്നേരൊക്കെ വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് അറിയില്ലല്ലോ നമ്മളിപ്പോൾ ഇത് എന്ത് വെച്ചിട്ട് ഉണ്ടാക്കിയേക്കണെന്നുള്ളത്. അപ്പോൾ ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ. ഇത് കാണാനും ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇതാ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ട് നല്ല വീർത്ത് വന്നിട്ടുണ്ടല്ലോ. ഈ മാവ് കോരി ഒഴിക്കണ സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. പിന്നെ അത് കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ല, നമ്മളിങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടായി വരും. അത് മാത്രമേ ഉള്ളത് ഉണ്ടാക്കുമ്പോഴുള്ളൊരു പ്രശ്നം. ഇതിൽ വേറെ മസാലപ്പൊടികളൊന്നും ഇടുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല പൊടി ഇടാം, അതുപോലെ മുളക് പൊടി ഇടാം. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനായിട്ടല്ലേ നമ്മൾ ഓരോന്ന് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഒരാൾ ഒരെണ്ണം ഉണ്ടാക്കിയെന്ന് വിചാരിച്ചിട്ട് അതുപോലെ നമ്മൾ ഉണ്ടാക്കില്ലല്ലോ. ഞാൻ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഒരാൾ ഉണ്ടാക്കണം കണ്ടാൽ അതിൽ നിന്ന് എന്തെങ്കിലും മാറ്റുക അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും കൂട്ടിയിട്ടൊക്കെ ഉണ്ടാക്കി നോക്കി വെക്കും. നമ്മുടേതായിട്ട് ടച്ച് അതിൽ കൊണ്ടുവരാൻ നോക്കും. അപ്പോൾ അത് കാരണം നിങ്ങൾ ഇനി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മസാല കൂട്ടണമെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടൊന്ന് മാറ്റി നോക്കി വെക്കും. അപ്പോൾ നമുക്ക് ഏതാണ് ഇഷ്ടപ്പെടുക എന്നറിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ചോറുവട ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നേ കുറച്ച് ഞാൻ എണ്ണ പലഹാരങ്ങൾ തന്നെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് സമയമുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ അടിപൊളി ചോറുവട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വട ഷേപ്പിലാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം. ഞാനിപ്പോൾ നമ്മളെ ഉള്ളിവട ഒക്കെ ഉണ്ടാക്കിയെടുക്കൂല, അതുപോലെ ആക്കിയിട്ടാണ് എടുത്തേക്കണത്. അടിപൊളി ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ. പുറത്തുനിന്ന് സാധനങ്ങളൊന്നും മേടിക്കണ്ടല്ലോ, നമ്മളെ വീട്ടിലുള്ളതല്ലേ. പിന്നെ അധികം ബുദ്ധിമുട്ടൊന്നും വേണ്ട, വഴറ്റണ്ട അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുക ഒന്നും വേണ്ടല്ലോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ. ഇതിനി കുറേ നേരം ഉണ്ടാക്കി വെച്ചിട്ട് കുറേ കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴും കുഴപ്പമൊന്നുമില്ല. ഇത് അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ചിലത് നമ്മൾ ഉണ്ടാക്കി വെച്ച് കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ ചുങ്ങി പോവുമല്ലോ, കണ്ടോ. ഇതേപോലെ ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ നല്ല സൗണ്ടായിട്ടാട്ടോ വരുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അള്ളാ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.